നമസ്കാരം. കേരളത്തിൽ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ആത്മഹത്യകളും കൊലപാതകങ്ങളും ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം കണ്ണൂർ പായത്ത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ സംഭവം കൂടെ വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ പായത്ത് യുവതി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത നിസാരമായിട്ട് പുറത്തു വരുന്നത്. പക്ഷേ അതൊരു നിസാരമായിട്ടുള്ള ആത്മഹത്യ മാത്രമായിരുന്നില്ല. ആ ഒരു യുവതി അനുഭവിക്കേണ്ടി വന്നത് അതിദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് എന്നുള്ള വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇവർ ആത്മഹത്യ ചെയ്ത യുവതിക്കും ഭർത്താവിനും ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ നിറം തൻ്റെ നിറത്തോട് യോജിക്കുന്നില്ല, അല്ലെ തൻ്റെ നിറമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ ചൂഷണം ചെയ്യുന്ന ഭർത്താവ്, സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ഭർത്താവ്, ഇതൊക്കെ സഹിച്ച് താൻ ആത്മഹത്യക്ക് ശ്രമിക്കും എന്ന് പറയുമ്പോൾ ഭാര്യയോട് നീ പോയി മരിച്ചോ എന്ന് പറയുന്ന ഒരു ഭർത്താവ്. ഇതൊക്കെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരം. ഈ യുവതി ആത്മഹത്യക്ക് പലതവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ സാക്ഷിയായിട്ട് നിന്നത് ഈ ഭർത്താവ് തന്നെയായിരുന്നു. അപ്പോഴൊന്നും ഇവരെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനോ ഇയാൾ തയ്യാറായിരുന്നില്ല എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ യുവതിയോട് മരിച്ചോളൂ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന ഒരു ഭർത്താവ്, തൂങ്ങി മരിക്കാൻ വേണ്ടി കഴുത്തിൽ ഷാൾ കുരുക്കുവാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴും ഒരക്ഷരം പോലും ഉരിയാടാതെ അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു ഭർത്താവ്. അതാണ് ഇപ്പോൾ കണ്ണൂർ പായത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും തൻ്റെ മകളുടെ മരണത്തിന് കാരണം ഈ ഭർത്താവും കുടുംബവുമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇപ്പോൾ രംഗത്തുണ്ട്. ഇതിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. കുട്ടി തന്റെ നിറമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലും ഭർത്താവ് മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യുവതി ആത്മഹത്യ കുറിപ്പടക്കം എഴുതി വെച്ചിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ട സ്നേഹയുടെ ഭർത്താവ് ജിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് വിവരം. മരണത്തിന് കാരണം ഭർത്താവും വീട്ടുകാരുമാണ് എന്ന് സ്നേഹ കൃത്യമായിട്ട് ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചു എന്നും യുവതിയെ അതിദാരുണമായിട്ട് തന്നെയാണ് കുടുംബങ്ങൾ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിച്ചത് എന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ യുവതി കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിൽ തൂങ്ങി മരിക്കുന്നത്. മരണത്തിന് മുൻപ് ഭർത്താവ് ഫോണിൽ വിളിച്ച് യുവതിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനുശേഷം സ്നേഹ പൊട്ടിക്കരഞ്ഞത് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് വീട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ സ്ത്രീധനത്തിന്റെ പേരിലാണ് ഇരുവർക്കിടയിൽ പ്രശ്നമുണ്ടാകുന്നത്. ഇതിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും സ്നേഹയെ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയായിരുന്നു ബന്ധുക്കളും ഭർത്താവും എന്നാണ് വിവരം. പലതവണ പോലീസിൽ ഇക്കാര്യങ്ങളൊക്കെ പരാതിപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ ഒത്തുതീർപ്പിലൂടെ വിഷയങ്ങൾ സോൾവ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത്. എന്നാൽ പീഡനങ്ങൾ അവസാനിച്ചില്ല. അതായത് പോലീസ് ഇടപെട്ടിട്ട് പോലും ഇവർക്ക് ഇടയിൽ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചില്ല എന്നുള്ളതേറെ ഗൗരവമാണ്. ലോറി ഡ്രൈവറായ ഭർത്താവാണ് തന്നെ എപ്പോഴും ഉപദ്രവിക്കുന്നതെന്ന് സ്നേഹ എപ്പോഴും പുറത്തു പറയാറുണ്ടായിരുന്നു. ഇരുവർക്കും 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. സ്നേഹയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എന്നാൽ ഇതിനുശേഷം ഈ ഒരു മരണത്തിൽ ഗുരുതരമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ, ചില തെളിവുകളൊക്കെ വ്യക്തമാക്കുന്ന വോയിസ് സന്ദേശം, അതായത് സ്നേഹയുടെ ബന്ധുക്കളാണെന്ന് കരുതുന്നവർ പരസ്പരം പങ്കിട്ടിരിക്കുന്ന ചില വോയിസ് ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം പ്രചരിക്കുന്നുണ്ട്. ഈ വോയിസ് ക്ലിപ്പിൽ പ്രധാനമായിട്ടും പറയുന്നത് പോലെ സ്ത്രീധനത്തിന്റെ പേരിൽ സ്നേഹ അനുഭവിച്ചിരിക്കുന്ന ദയനീയമായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചാണ്. ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയില്ല എങ്കിൽ ആ കൊച്ചു മരിക്കേണ്ടി വരും എന്നതടക്കം പറയുന്ന വോയിസ് ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ദയനീയമായിട്ട് നിർഭാഗ്യവശാൽ ആ വോയിസ് ക്ലിപ്പ് പുറത്തു വരുമ്പോൾ ഇന്ന് സ്നേഹ ജീവനോടെ ഇല്ല എന്നുള്ളതാണ്. 4 വർഷം മുമ്പ് വിവാഹിതരായിട്ടുള്ള സ്നേഹയും ജിനീഷും തമ്മിൽ മുൻപും നിരവധി തവണ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഒരു സംഭവത്തിന് ശേഷം പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് നിരവധി തവണ ഉളിക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ വഴക്കാണ് ആത്മഹത്യയിലേക്ക് യുവതിയെ തള്ളിവെച്ചത് എന്നാണ് വിവരം. ഭർത്താവും ബന്ധുക്കളും ചേർന്ന് സ്നേഹയെ ദേഹോപദ്രവം അടക്കം ഏൽപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ് നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വോയിസ് ക്ലിപ്പിലും പറയുന്നത്. എന്തായാലും ഭർത്താവ് ജിനീഷിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി പോലീസ്, അതായത് ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് വിവരം. ആത്മഹത്യയായി രജിസ്റ്റർ ചെയ്തിരുന്ന കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് അന്വേഷണം അനൌദ്യോഗികമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് സൂചന. എന്തായാലും സ്ത്രീധനത്തിന്റെ
പേരിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് കൂടെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കേരളത്തെ ഒന്നടക്കം ഞെട്ടിച്ച ഒരു സ്ത്രീധന കൊലപാതകത്തിന്റെ വിധി വന്നൊരു ദിവസമായിരുന്നു. ആ ഒരു ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരാളുടെ ജീവൻ കൂടെ അപഹരിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസമാണ് സ്ത്രീധനത്തിന്റെ പേരിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട കേസിലെ വിധി വന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിലായിരുന്നു വിധി. പ്രതികളായിട്ടുള്ള മരണപ്പെട്ട തുഷാരയുടെ ഭർത്താവിനെയും അമ്മയെയും ജീവപര്യന്തത്തിനാണ് ശിക്ഷിച്ചത്. കൊല്ലം അഡീഷണൽ ജില്ലാ കോടതിയാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നത്. 1 ലക്ഷം രൂപ വീതം പിഴയും പ്രതികൾക്ക് അടയ്ക്കേണ്ടി വരുമെന്ന് അറിയിച്ചിരുന്നു. 2019 നടന്ന മനുഷ്യ മനസാക്ഷിയെ ഒന്നടക്കം ഞെട്ടിപ്പിച്ച അതിക്രൂര കൊലപാതകത്തിന്റെ വിധിയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. 2019 മാർച്ച് 21 രാത്രി 28-കാരിയായിട്ടുള്ള തുഷാര മരണപ്പെട്ട കാര്യം പുറംലോകം അറിഞ്ഞപ്പോൾ മരണപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. ക്ഷീണിച്ച് അവശയായി വിശന്നാണ് ആ പെൺകുട്ടി, തുഷാര എന്ന് പറയുന്ന യുവതി, മരണപ്പെട്ടത് എന്ന് തന്നെയായിരുന്നു കേരളക്കരയെ ഒന്നടക്കം ഞെട്ടിച്ചത്. അതും സ്ത്രീധനത്തിന്റെ പേരിലാണ് എന്ന് ഓർക്കണം. തുഷാരയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഈ കൊടും ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരാൻ സഹായിച്ചത്. 2013 വിവാഹിതരായ തുഷാരയും ചന്തുലാലും തമ്മിൽ സ്ത്രീധനത്തിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് 3-ാം മാസം മുതൽ സ്ത്രീധനത്തിന്റെ പേരിൽ തുഷാരയെ ഭർത്താവ് ഉൾപ്പെടെ വീട്ടുകാർ ഉപദ്രവിക്കാൻ തുടങ്ങി. സ്ത്രീധനത്തിന്റെ പ്രശ്നം പറഞ്ഞ് തുഷാരയുടെ വീട്ടുകാരെ അടുപ്പിക്കാൻ പോലും ലാലു സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ്. തുഷാരയ്ക്ക് 2 പെൺകുട്ടികൾ ജനിച്ചു. കുട്ടികളെ പോലും തുഷാരയുടെ വീട്ടുകാരെ കാണാൻ സമ്മതിച്ചിരുന്നില്ല. അമ്മ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത്, അതായത് തുഷാര കുഞ്ഞുങ്ങളെ ലാളിക്കുന്നതൊക്കെ ഈ ഭർത്താവും വീട്ടുകാരും ഒക്കെ വിലക്കിയിരുന്നു. കുട്ടിയെ നഴ്സറിയിൽ ചേർത്തപ്പോൾ പോലും അമ്മയുടെ അഭാവം അന്വേഷിച്ച അധ്യാപികയോട് തുഷാര കിടപ്പ് രോഗിയാണെന്ന് പ്രചരിപ്പിച്ചതാണ് ഈ കുറ്റവാളികൾ. മാത്രമല്ല, അമ്മയുടെ പേര് 2-ാം പ്രതിയായിട്ടുള്ള ഈ തുഷാരയുടെ മാതാവിന്റെ പേരായ ഗീത എന്നാണ് പറഞ്ഞ് അധ്യാപികയെ വിശ്വസിപ്പിച്ചിരുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കേസ്, അതാണ് കഴിഞ്ഞ ദിവസം വിധി വന്നത്. അതായത് തുഷാരയെ സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊല ചെയ്തിട്ടുള്ള സംഭവത്തിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്ന വിധി വന്നത് കഴിഞ്ഞ ദിവസമാണ്. ആ ഒരു വിധി വരുന്നതിന്റെ തൊട്ട് പിറ്റേത്തെ ദിവസമാണ് ഇപ്പോൾ സമാന രീതിയിൽ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ കേരളത്തിൽ തന്നെ ഒരു യുവതി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത് അതീവ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം പണ്ട് കാലത്ത് തുടങ്ങിയിട്ടുള്ള പ്രശ്നം ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്ത്രീധനം എന്നത് അത് നിയമവിരുദ്ധമാണ് എന്നറിഞ്ഞാൽ പോലും ഇന്നും സ്ത്രീധനത്തിന്റെ പേരിൽ പെണ്ണിനെ അളക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കണ്ണൂരിലെ സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടത്തി വരികയാണ്. ഭർത്താവിനെതിരെയും വീട്ടുകാർക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടി തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് പുറത്തുവരുന്നത്.